സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് ഉപരിയാണ് സിനിമ. കാരണം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുമല്ലോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, അതുപോലെയൊന്നും അല്ല. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫിയും അർജുൻ അശോക് പ്രത്യേകിച്ച് എടുത്ത് പറയാം. കിട്ടില്ല ആക്ടിങ് കൊള്ളാം. നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. നിങ്ങൾ പോയി കണ്ടു നോക്കണം. കണ്ടു നോക്കിയാൽ അതിൻ്റെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ്. പിന്നെ പുള്ളി മമ്മൂട്ടി ആ 2 വർഷമായിട്ട് തുടരുന്ന ഗംഭീരം. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പടം. ഭൂതകാലം നമ്മളെ തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും നമ്മൾ OTT-യിലൂടെ ഞെട്ടിപ്പിച്ചു തന്നെ. അതേപോലെ തന്നെ അതിനേക്കാളും വളരെ ഭംഗിയായിട്ടും കുടുംബൻ പോറ്റി കഥാപാത്രങ്ങൾ നമ്മൾ മമ്മൂക്ക തകർത്ത് ബാധിക്കുന്നു. അഭിനയ കുലപതിയായി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക മാത്രമല്ല, യഥാർത്ഥ ഭരതൻ, അരീശ്വര അശോകൻ്റെ മോൻ അർജുൻ അശോകൻ, എല്ലാവരും ഒരു 4 കാലത്തിലായ പടം എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പടത്തിന് ഒരു പോസിറ്റീവാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ കംപ്ലീറ്റ്. നമ്മൾ ഒരുപാട് കാലമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പോഴത്തെ യുവതലമുറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ പോയി കണ്ടിരിക്കും തോന്നുന്നില്ല. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പല നഷ്ടപ്പെടുന്ന പടമൊക്കെ. ഈ കഥയ്ക്ക് അനുസരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ സ്യൂട്ടാണ് പടം. വളരെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി സിനിമ ഉണ്ടായിരുന്നു. എല്ലാ പടവും വളരെ വ്യത്യസ്തയോടെ പുള്ളിക്കാണ്. എല്ലാ പടവും മാത്രമല്ല ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോയാണ് കുലിക്കുന്നത്. തീരുമാനമായില്ല. പടങ്ങളോ നമുക്കടെ വീട്ടിൽ ഒരു യാതൊരു സംശയം അത്രയ്ക്ക് കിടിലം പെർഫോമൻസ്. കഞ്ഞി ചോദിച്ചപ്പോൾ പാൽക്കഞ്ഞിയാണ് കിട്ടിയത്. നല്ല സൂപ്പർ നല്ല പടം. കുടുംബൻ പോറ്റിൻ്റെ കഥാപാത്രങ്ങൾ മമ്മൂക്ക തകർത്ത് വാരിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തിലുള്ള ആർക്കൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ പോയി കണ്ട ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണാത്തുള്ളതാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും മമ്മൂക്ക എല്ലാ കഥാപാത്രങ്ങളും മമ്മൂക്ക അഭിനയം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. അഭിനയ കുലപതിയാണ് അദ്ദേഹം. ഈ വരുന്ന പടങ്ങളെല്ലാം വ്യത്യസ്ത പടങ്ങളാണ്. ഈ വർഷം 1000 അവസരമൊക്കെ തകർത്തു വാരി. ഒരു പ്രശ്നവുമില്ല, സൂപ്പർ ഹിറ്റാണ് ശ്രമികം. നമ്മൾ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് വരുന്നു പറഞ്ഞപ്പോൾ ഒരു ആകാംക്ഷയുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ഈ ചിത്രത്തിൽ ഒരു ഭീകരത നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിന്റെ മേക്കിങ്ങിനായാലും അതിന്റെ കഥാപാത്രങ്ങളിലും അതിന്റെ സിറ്റുവേഷനായാലും ഒരു ഭീകരതയാണ്. ആ ഭീകരത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അത് ധീരമായ ഒരു തീരുമാനമാണ് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നത്തില്ല. ഭീകരത ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേക കാര്യം ആർട്ട് കലാസംവിധാനം പ്രത്യേകിച്ച് അടിപൊളിയാണ്. ഇതിന്റെ ക്യാമറ വർക്കായാലും സൗണ്ട് റെക്കോർഡിംഗ് ആയാലും എല്ലാം അക്ഷര ടെക്നിക്കലി ഒരു ലാഗുമില്ല. ഒരുപാട് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല 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 മൂവിയാണ്. അഭിനയിച്ചിട്ടുണ്ട്. മേക്ക് ഓവർ കിട്ടുന്നത് ഭാഗ്യം ചേർന്നത്. കാരണം നമ്മുടെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന, മമ്മൂക്കയെ ആരാധിക്കുന്ന, അത്രത്തോളം ഇഷ്ടപ്പെടുന്ന, അതിൻ്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് വേണ്ടി ഹിന്ദു സിനിമ യൂട്യൂബ് ചാനലാണ് അതുപോലെ തന്നെ നാഷണൽ അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള കരുക്കൾ ഇന്ന് പോലെ നീക്കി തുടങ്ങും. മമ്മൂക്കയ്ക്ക് അടുത്ത നാഷണൽ അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള കരുക്കൾ ഇന്ന് പോലെ നീക്കി തുടങ്ങും. പടം അടിപൊളിയായിട്ടുണ്ട്. എടുത്ത
എടുത്തെടുത്ത് പറയേണ്ട മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. പുള്ളി അങ്ങനെ തേച്ച് പിടിക്കൊണ്ടിരിക്കുക. അതിഗംഭീരം, ഒരു സംശയം വേണ്ട. തിയേറ്ററിൽ കാണണം, എല്ലാ സൈഡും ഉൾപ്പെടെ 5 ആർട്ടിസ്റ്റ് അടിപൊളിയാണ്. പെർഫോമൻസ് അടിപൊളിയല്ലേ, നല്ല പിന്നെ നല്ല സിനിമയല്ലേ, എല്ലാവരും ഒന്നും പറയാനില്ല. അക്ഷരത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല, ഈ പഴയ ഒരു കാലഘട്ടം അതേപോലെ നിർണ്ണയിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആയാലും ടെക്നിക്കൽ സൈഡായാലും അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. പിന്നെ പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്നും വെച്ച്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് പറയാതിരിക്കുക വേണം. കാരണം 430ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയപരമായും ജാതിപരമായും ഒന്നും ദേശീയ അവാർഡ് നിർണയം മാനദണ്ഡമാക്കപ്പെടാതിരുന്നാൽ കുടുംബം പോറ്റി എന്ന കഥാപാത്രത്തിലൂടെ മറ്റൊരു ദേശീയ പുരസ്കാരം മമ്മൂക്കയുടെ വീട്ടിലെത്തുന്നവരിൽ യാതൊരു സംശയവും. പറയണമെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ മഹാനാണ് മമ്മൂക്ക. ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടിയതിനെ വലിയുള്ളൂ. കാരണം അഭിനയ ചക്രവർത്തി മമ്മൂക്ക ഒരു വല്ലാത്തൊരു ക്യാരക്ടർ അഭിനയ മമ്മൂക്ക